എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കുകയും ചെയ്തു എന്ന് ഉമാ തോമസിനെ കണ്ട ശേഷം മകൻ പ്രതികരിച്ചു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു, പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം അതൊരു നല്ല ഇതായി. അതേസമയം ആശാവഹമായ പുരോഗതി ഉണ്ടെങ്കിലും ഗുരുതരാവസ്ഥ പിന്നിട്ടു, മറികടന്നു എന്നിപ്പോഴും പറയാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ പ്രതികരണം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ്, മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു. മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. അതേസമയം ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ദിവ്യ ഉണ്ണിയിൽ നിന്നും നടൻ സിജോയ് വർഗീസിൽ നിന്നും മൊഴിയെടുക്കും. സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. അതേസമയം ദുർബല വകുപ്പുകളിട്ടാണ് പോലീസ് കേസെടുത്തത് എന്നാരോപിച്ച് UDF DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ആരോഗ്യനില തൃപ്തികരം എന്നത് ആശ്വാസകരമാണ്. അതേസമയം സംഘാടനത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ സംയുക്ത റിപ്പോർട്ടിൽ പറയുന്നത്. എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായും അഭിലാഷ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എങ്കിൽ പോലും ഒരു അപകടനില തരണം ചെയ്തു എന്നിപ്പോഴും ഉറപ്പിച്ച് പറയാനാകില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോഴും. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി. തലച്ചോറിനും ശ്വാസകോശത്തിനും ഏറ്റ പരിക്ക്, അത് മുറിവ് മാറി വരുന്നു എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. മകന്റെ പ്രതികരണത്തിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മകൻ കണ്ണ് തുറക്കാൻ പറഞ്ഞതും കൈകാലുകൾ അനക്കാൻ പറഞ്ഞതിനുമൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് കൂടി അറിയുന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പോലീസ് അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഈ സംഘാടനത്തിൽ, അതായത് ഈ സ്റ്റേജിലെ ഇട്ടിരിക്കുന്ന ഈ കസേരകൾ, അധികമായി കസേരകൾ ഇട്ടതും ഈ ബലമായിട്ടുള്ള ബാരിക്കേഡിന് പകരം ഈ കമ്പികൾക്ക് പകരം ചെറിയ റിബൺ കെട്ടിയതുമാണ് ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടാൻ കാരണമെന്നാണ്. കാരണം സ്ലിപ്പായി ആ റിബണിൽ കയറി പിടിച്ചതാണ് ഉമാ തോമസ് MLA താഴേക്ക് വീഴാൻ കാരണമെന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കൃത്യമായിട്ടുള്ളൊരു ഡോക്ടർമാരുടെ സേവനം അവിടേക്ക് എത്താതിരുന്നതും, അല്ലെങ്കിൽ ഈ ഉമാ തോമസ് MLA വീണത് കണ്ട് അവിടെ ഓടിക്കൂടിയവരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതും, ആ കൊണ്ടുപോകുന്ന രീതിയിലും ഉണ്ടായ ചില പിഴവുകളാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് ഉമാ തോമസ് MLA എത്തിച്ചതെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ 3 പേരെയും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിട്ടയക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത് UDF. ഇത്രയും ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടും ഈ നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെതെന്നുകൂടിയാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലെത്തി ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെയും പ്രതികരണം നമുക്ക് ലഭ്യമാകും. അതോടൊപ്പം നവമി, ഈ സംഘാടനത്തിലെ പിഴവുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും വ്യക്തതക്കുറവുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? ഇതിൽ വലിയ സാമ്പത്തികമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? സാമ്പത്തികമായ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പങ്കെടുക്കുന്നവരിൽ നിന്ന് പണം ഈടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈടാക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ
ഈ ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ധനസമാഹരണമായിരുന്നോ ഇവരുടെ ലക്ഷ്യം? അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ ഇത്തരം പ്രോഗ്രാമുകളിലേക്കെല്ലാം സെലിബ്രിറ്റികളെ എത്തിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ദിവ്യ ഉണ്ണി ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ. നടൻ സിനോയുടെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് എത്തിയത്? ഇവർ പ്രതിഫലം വാങ്ങിച്ച് എത്തുമ്പോൾ ഇവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ പോലീസിന്റെ മൊഴിയെടുക്കൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ വിളിപ്പിക്കുവാനുള്ള സാധ്യതയാണോ കാണുന്നത്? ദിവ്യ ഉണ്ണിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ 12,000-ഓളം വരുന്ന കുട്ടികളെ സ്റ്റേഡിയത്തിൽ അണിനിരത്തിക്കൊണ്ട് ദിവ്യ ഉണ്ണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. പക്ഷേ ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ വലിയ രീതിയിൽ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. കാരണം ഈ 5,000-ത്തിലധികം രൂപ ഓരോ രക്ഷിതാക്കളിൽ നിന്നും ഈടാക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ വസ്ത്രം, അവരുടെ അക്കോമഡേഷൻ, ഫുഡ്, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു തുകയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. പക്ഷേ പിന്നീട് ഇവിടെ എത്തിയപ്പോൾ കൃത്യമായി ആഹാരം ലഭിച്ചില്ല. സ്വന്തം ചിലവിൽ റൂമുകൾ, അക്കോമഡേഷൻ, താമസ സൗകര്യം ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നൊക്കെ വലിയ രീതിയിൽ രക്ഷിതാക്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും തുക ഈടാക്കിക്കൊണ്ട് ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചത്? മറ്റൊന്ന്, ഈ കുട്ടികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. മാതാപിതാക്കൾക്ക് ഇത് കാണുന്നതിന് വേണ്ടി പ്രത്യേകം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നോ അവിടെയുള്ള ചില അധികൃതർ പറയുന്നുണ്ടായിരുന്നു. അത് ബുക്ക് മൈ ഷോയിൽ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു ടിക്കറ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ എന്നുകൂടി രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തുക ഈ ഒരു പരിപാടിക്ക് വേണ്ടി നഷ്ടമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുന്നതിന് വേണ്ടി ഇത്രയേറെ തുക ഈടാക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഈ മാതാപിതാക്കളുടെ പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കുമെന്ന് ഇന്നലെ തന്നെ കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിജോയാണ് ഈ പരിപാടിയുടെ രക്ഷാധികാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രക്ഷിതാക്കളെ പരിചയപ്പെടുത്തിയതെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഈ മൃദംഗ വിഷന്റെ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു PR-ഉം ഒപ്പം തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സിജോയ് എന്ന് വർഗീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല രക്ഷിതാക്കളെയും സിജോയ് പരിചയപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ ദിവ്യ ഉണ്ണിക്കും സിജോയ്ക്കും മറ്റു തരത്തിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ടോ? സിജോയ്ക്ക് ഏത് തരത്തിലുള്ള സാമ്പത്തിക ലാഭമാണ് ലഭിച്ചത്? ഇതിൽ ഈ ഒരു പരിപാടിയിലൂടെ മറ്റേതെങ്കിലും ഉദ്ദേശം, ഈ കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം അധികം തുക രക്ഷിതാക്കളിൽ നിന്നും പിരിച്ചെടുത്തതാണ് പോലീസിന് സംശയം ഉന്നയിക്കുന്നത്. രക്ഷിതാക്കൾ പരാതിയുമായി എത്തിയാൽ തീർച്ചയായും അന്വേഷണം നടത്തുമെന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉടൻ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ചേരുന്നുണ്ട്. പ്രകാശ്, ഇവിടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രകാശ്, ഇവിടെ ഈ പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്, സ്റ്റേജ് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഇതൊരു വലിയ സാമ്പത്തിക ശേഖരണം അല്ലെങ്കിൽ ധനാസമാഹരണമായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് വലിയ തുക ഈടാക്കി ഒരു തരം തട്ടിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഈ പരിപാടി നടത്തിയത് എന്നും ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അത് ഇത്തരം സംഭവങ്ങളുമായി തട്ടിക്കുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ സംഘാടകരായിട്ടുള്ള 2 പേർ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മൃദംഗം വിഷൻ MD M നികോഷ് കുമാറും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഉടമയായിട്ടുള്ള PS ജനീഷ് എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് G കൃഷ്ണകുമാർ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി ഇന്ന് പോലീസിന്റെ വിശദീകരണം തേടുന്ന നടപടിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റുക എന്ന ഒരു സാധാരണ നടപടിക്രമം മാത്രം ഇന്ന് ഉണ്ടാവാനാണ് സാധ്യതയുള്ളൂ. എങ്കിൽ പോലും പ്രാഥമികമായ ഒരു വാദം നടന്നിരിക്കും. പ്രധാനമായും ജാമ്യാപേക്ഷയിൽ ഈ 2 പേരും പറയുന്നത് പരിപാടിയുടെ സംഘാടനത്തിന്റെ ഭാഗമായി എല്ലാ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്, ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല, ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന വാദമാണ് പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസിന്റെ വിശദീകരണം തേടാൻ ഇന്ന് ഈ ഹർജി പരിശോധിച്ച ശേഷം പോലീസിന്റെ വിശദീകരണത്തിനായി വിട്ടു നൽകാനാണ് സാധ്യതയുള്ളത്. റൈറ്റ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശും ഒപ്പം നവമി ദിനേശും നൽകിയത്.